ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISROയും നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസയും ചേർന്ന് ചരിത്രപരമായ ഉപഗ്രഹ വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ്. ജൂലൈ 30 വൈകിട്ട് 5:40 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും നിസാർ എന്ന പേരിട്ടിരിക്കുന്ന ഉപഗ്രഹം വിക്ഷേപിക്കും. ഇന്ത്യയുടെ GSLV H-16 റോക്കറ്റിലാണ് നിസാർ ഉപഗ്രഹം വിക്ഷേപിക്കുക. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. ലോകത്തിൽ തന്നെ ഏറ്റവും ചെലവേറിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണിത്. $150 കോടി, ഏകദേശം 13,000 കോടി രൂപയോളം ചെലവിട്ട് വികസിപ്പിച്ചെടുത്ത ഈ ഉപഗ്രഹ വിക്ഷേപണം ഭൗമ നിരീക്ഷണ സാങ്കേതിക വിദ്യയിലെ തന്നെ സുപ്രധാന നാഴികക്കല്ലായിരിക്കും. പ്രകൃതി ദുരന്തങ്ങൾ അടക്കം മുൻകൂട്ടി തിരിച്ചറിയാൻ ഈ ഉപഗ്രഹം സഹായകമാകുമെന്നാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത്. ഇനി എന്താണ് നിസാർ എന്ന് നോക്കാം. നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നതാണ് നിസാർ എന്ന പേരിന്റെ പൂർണ്ണരൂപം. നാസയും ISROയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ലോ എർത്ത് ഓർബിറ്റ് നിരീക്ഷണ ഉപഗ്രഹമാണിത്. 2392 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് 743 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലേക്കാണ് വിക്ഷേപിക്കുക. 12 ദിവസമെടുത്ത് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഭൂമിയെ മുഴുവൻ നിരീക്ഷിച്ച് ഇത് വിവരങ്ങൾ കൈമാറുമെന്നാണ് ISRO അറിയിക്കുന്നത്. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, ഹിമസാന്ദ്രത, സസ്യജൈവ വസ്തുക്കൾ, സമുദ്രനിരപ്പിലെ മാറ്റം, ഭൂഗർഭജലം, ഭൂകമ്പങ്ങൾ, സുനാമികൾ, അഗ്നിപർവ്വതങ്ങളിലെ മാറ്റങ്ങൾ, മണ്ണിടിച്ചിൽ എന്നിവയുൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നതിനുള്ള വിവരങ്ങൾ ഉപഗ്രഹം കൈമാറുമെന്നും ISRO അറിയിക്കുന്നു. ഭൂമിയുടെ ഉപരിതലം മുതൽ ആന്തരിക ഘടന വരെ നിരീക്ഷിക്കാൻ ഈ ഒരു ഉപഗ്രഹത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. 2 ഫ്രീക്വൻസിയിലുള്ള റേഡാർ സംവിധാനമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ L ബാൻഡിലൂടെയും ആന്തരിക ഘടനയിലെ മാറ്റങ്ങൾ S ബാൻഡിലൂടെയുമാണ് കണ്ടെത്തുക. ഇതുവഴി ലഭിക്കുന്ന വിവരങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കും. മരങ്ങളുടെ ജൈവസാന്ദ്രതയും മാറ്റങ്ങളും, വിളകളിൽ ഉണ്ടായ മാറ്റങ്ങൾ, തണ്ണീർത്തടങ്ങളുടെ വ്യാപ്തിയിലുണ്ടായ മാറ്റങ്ങൾ, ഗ്രീൻലൻഡിലും അന്റാർട്ടിക്കയിലും മഞ്ഞുപാളികളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, കടലിലെയും അതുപോലെ ഹിമപർവ്വതങ്ങളിലും ഉണ്ടാകുന്ന ചലനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ നിരീക്ഷിച്ച ഉപഗ്രഹം സംയുക്ത ദൗത്യം നിർവഹിക്കും. വിക്ഷേപണത്തിന് ശേഷമുള്ള ആദ്യ 90 ദിവസം കമ്മീഷനിങ്ങിന് വേണ്ടിയായിരിക്കുമെന്നാണ് ISRO പറയുന്നത്.